പിശാചിനോട് എതിർക്കുവാൻ മനുഷ്യനാൽ സാധ്യമല്ല. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഒരു ഭാഗത്ത് പറയുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നാണ്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും കൂടി ആയുധമെടുത്താലും എന്തെല്ലാം പ്രകോപനങ്ങൾ കാട്ടിക്കൂട്ടിയാലും ഒരു പ്രയോജനവുമില്ല. എന്നാൽ അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കാൽവറിയിൽ പിശാചിനെ തോൽപ്പിച്ചു. അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശു കാൽവറിയിൽ സാത്താനെ തോൽപ്പിച്ചതുകൊണ്ട് സാത്താൻ ഇന്ന് ഇല്ലെന്നോ അല്ലെങ്കിൽ സാത്താൻ ചത്തുപോയെന്നോ ഒക്കെ ധരിച്ചിരിക്കുന്ന ഒത്തിരി ശുദ്ധഗതിക്കാരായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരാൾ തോറ്റുപോയി എന്ന് പറഞ്ഞതുകൊണ്ട് അയാളുടെ ആസ്തിക്യമില്ലാതെ ആകുന്നില്ല. ദൈവദിനം ശരിക്ക് പഠിച്ചാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് വെച്ച് ചുറ്റി നടക്കുന്നു എന്നാണ്. സാധാരണ ഒരു പറച്ചിലുണ്ട്, ഒരു സർപ്പം ഒരു മനുഷ്യനെ കടിക്കുന്നതിനേക്കാൾ കൂടുതൽ മാരകമായി വിഷം ഉണ്ടാകുന്നത് മുറിവേറ്റ ഒരു പാമ്പ് കടിക്കുമ്പോഴാണെന്നാണ്. ഞങ്ങളുടെ അടുത്ത് ഈ വിഷകാരികൾ അങ്ങനെ ചികിത്സിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മുറിവ് പറ്റിയ ഒരു പാമ്പ് കടിക്കുകയാണെങ്കിൽ സാധാരണ ഒരു പാമ്പ് കടിക്കുന്നതിനേക്കാൾ മാരകമായിരിക്കും. അങ്ങനെയുള്ള ഒരു സാത്താനാണ് അത് ഈ ലോകത്തിൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിധിപ്രകാരം അവന്റെ നേരെ നീങ്ങുവാൻ ഞാൻ നിങ്ങളും തയ്യാറെടുക്കണം. അല്ലാത്ത എല്ലാ പ്രകടനങ്ങളും ശുദ്ധ പരാജയമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവനും അത് അങ്ങനെ വിളിച്ചു പറയുന്നവനുമാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ എന്തു വിഷയമാണ് ചിന്തിച്ചതെന്ന് നിങ്ങൾ ഓർക്കുമായിരിക്കും. ഇസ്രായേൽ മക്കൾ ബാബിലോന്യ സമ്പ്രദായങ്ങൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയതിന്റെ ഫലമായി ബാബിലോന്യ മ്ലേച്ഛതകൾക്ക് അവർ പങ്കാളികളായി തീർന്നതിന്റെ ഫലമായി ദൈവം ബാബിലോന്യ ശിക്ഷ അവർക്ക് നൽകിയതായി നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശിഷ്യ ദാനിയേലിന്റെ പുസ്തകം, അതുപോലെ എസെക്കിയേൽ പ്രവചനം തുടങ്ങിയ വേദഭാഗങ്ങളിൽ നിന്ന് ചുരുക്കമായിട്ട് ചിന്തിക്കുകയുണ്ടായി. അതിനോട് വളരെ അകലത്തിലല്ലാത്ത ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ പിന്നെയും ഓർപ്പിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തെ ഉണർത്തിയത്. ഈ ചില ആളുകള് ആത്മീയമായിട്ടൊക്കെ ഒരു സന്തോഷമൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ വളരെ അങ്ങ് ഹാപ്പി ആയിരിക്കും. അങ്ങനെ ആകരുതെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ചില പെന്തക്കോസ്ത് കൂട്ടങ്ങളിലൊക്കെ, ഞാനും ഈ കോളത്തിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി, മീറ്റിംഗിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. വേദപുസ്തകത്തിലുള്ള ഒരു പ്രയോഗമാണ്, ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞാൽ യോഗം പിരിഞ്ഞു വീട്ടിൽ പോകാൻ സന്തോഷമില്ല, ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്നാൽ ഇവിടെ തന്നെ ഇരിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിലരെ കുറിച്ച് ചിലപ്പോൾ പറയാറുണ്ട്, ആരും പരിഹസിച്ച് പറയല്ല, ചിലർ ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പറയുന്നതിന്റെ അർത്ഥം വീട്ടിൽ ചെന്നാൽ കുറച്ചിലാണെന്നാണ്. കാരണം ഭാര്യയുമായിട്ട് ചേരുകയില്ല, പിള്ളേരുമായിട്ട് പൊരുത്തക്കേടാണ്, ആ രീതിയിലുള്ള ആളുകളുണ്ട്. പക്ഷേ പൂർണ്ണമായ സന്തോഷം ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കുകയില്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ അവന് ആത്മാവിൽ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സന്തോഷം പൂർണ്ണമാകുന്നത് ചില കാര്യങ്ങൾ സാധിക്കുമ്പോഴാണ്. ഒന്നാമത്, ഒരു റിസറക്റ്റഡ് ബോഡി അവന് കിട്ടണം. രണ്ടാമത്, അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ശുദ്ധമാകണം. ഞാനൊരു അല്പം ഉപദേശം പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. 1000 ആണ്ട് വാഴ്ചയിൽ ഈ ലോകത്തെ ദൈവം ഏകദേശം ശുദ്ധീകരിക്കും. അപ്പൊ ഏദൻ പർദീസായിൽ ആദമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പ് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് അനുഭവപ്പെട്ട ആ സന്തോഷം അത് പൂർണ്ണമല്ലായിരുന്നു. ആ സന്തോഷം ലഭിക്കും.
എന്നാൽ ഉപദേശം പഠിച്ചവർക്കറിയാം, 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ പിന്നെയും സാത്താനെ അഴിച്ചുവിടും. അവൻ വലിയ ക്രോധത്തോടുകൂടി പ്രവർത്തിക്കും. ഏറ്റവും ഒടുവിൽ അതെ, കാര്യങ്ങളുടെ എല്ലാം സമ്പൂർണ്ണത എവിടെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പഴയത് നീങ്ങിപ്പോയി, കണ്ടാലും ഞാൻ സകലതും പുതിയതായി ആക്കി തീർത്തിരിക്കുന്നു. ആ കൺസമേഷൻ, ആ പൂർണ്ണതയിലേക്ക് വരുന്ന കാലത്തല്ലാതെ എനിക്ക് നിങ്ങൾക്കും പൂർണ്ണമായ സന്തോഷം ലഭിക്കുകയില്ല. എന്നാൽ ഇന്ന് നമുക്ക് സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചതുപോലെ എസെക്കിയേലും ദാനിയേലും ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും അങ്ങനെയുള്ളവരൊക്കെയും പരദേശത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ തന്നെ പാപത്തിന് പങ്കുപറ്റാതെ, പാപികളോട് ചേരാതെ അവര് തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ച് ജീവിച്ചതുപോലെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും. അതാണ് നമ്മുടെ ചുമതല. സത്യത്തിന്റെ ആ വശങ്ങൾ മറന്നിട്ട് നമ്മൾ സങ്കല്പ ലോകത്തിൽ കൂടെ മുന്നോട്ട് പോകരുതെന്ന് ഞാൻ പ്രസംഗിക്കുന്നിടത്തൊക്കെ ഞാൻ അവസരമുണ്ടെങ്കിൽ ഓർപ്പിക്കുന്ന ആളാണ്. ഞാൻ ചില നാളുകൾക്ക് മുൻപ് ഈ ചില കൺവെൻഷനുകൾക്ക് വേണ്ടി സ്റ്റേറ്റ്സിൽ പോയൊരു സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ഒരു വലിയ ദുരന്തമുണ്ടായി. അവിടെ മിക്കവാറും ദുരന്തം ഉണ്ടാകും. അതിലൊരു ദുരന്തം, ഒരു കുട്ടി വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ ഒരു പൈപ്പിൽ, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു പൈപ്പിന് ഉള്ളിൽ അതിന്റെ ഫ്ലോയിൽ അകപ്പെട്ട് അങ്ങനെ ആയിത്തീർന്നു. അമേരിക്ക മുഴുവൻ അത് പ്രസിദ്ധമായി. ആ കുട്ടിയുടെ ആ ആയിരിക്കുന്ന അവസ്ഥ വീഡിയോ ക്യാമറയിൽ, ടെക്നോളജിയൊക്കെ വളരെ വർദ്ധിച്ച ഒരു രാജ്യമാണല്ലോ, അതുകൊണ്ട് ആ കുട്ടിയുടെ ആ അവസ്ഥയൊക്കെ അവർ ഇങ്ങനെ ഫോട്ടോഗ്രാഫ് പോലെ എടുത്ത് കാണുകയാണ്. എന്നാൽ ആ കുട്ടിയെ രക്ഷിപ്പാൻ, ആയിരിക്കുന്ന സ്ഥാനത്ത് ചെന്ന കുട്ടിയെ രക്ഷിപ്പാൻ വലിയ പ്രയാസമായിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചെയ്ത ഒരു കാര്യം അന്നത്തെ പത്രമാസികകളിൽ വായിച്ചു. ഈ കുട്ടിയുടെ അടുക്കലേക്ക് നല്ല ഇമ്പകരമായ പാട്ടുകളും ഒക്കെ എത്തിക്കുക. ആ കുട്ടി ഇങ്ങനെ രക്ഷപ്പെടാൻ കഴിയാതെ കിടക്കുന്ന അവസ്ഥയിൽ നല്ല പാട്ടുകളൊക്കെ അതിനെ കേൾപ്പിക്കുക. ഞാൻ ആ ന്യൂസ് വായിച്ചപ്പോൾ ഒത്തിരി ഓർമ്മകൾ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഇങ്ങനെയുള്ള ഒരാളിനെ പാട്ട് കേൾപ്പിച്ചാൽ മതിയോ? ചാകാറായിരിക്കുന്ന ഒരാളിനെ പാട്ട് കേൾപ്പിച്ചാൽ മതിയോ? ജീവിതത്തിൽ വലിയ മുറിവേറ്റ ഒരു മനുഷ്യനെ, ദുഃഖത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ പാട്ട് കേൾപ്പിച്ചാൽ മതിയോ? ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് എന്റെ ഓർമ്മ. സാധു സുന്ദർ സിംഗിന്റെ മനോഹരമായ ചിന്തകളിൽ അദ്ദേഹത്തിന്റെ അനാലജീസ്, പാരബിൾസ് വായിച്ചിട്ടുള്ളവർക്കറിയാം. അദ്ദേഹം പറഞ്ഞ ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ഞാൻ അല്പസമയത്തേക്ക് നിങ്ങളുടെ ചിന്തയെ ക്ഷണിക്കുന്നു. ഒരു അമ്മയും ഒരു കുഞ്ഞും കൂടെ ഇങ്ങനെ ഒരു മലഞ്ചരിവിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ കുഞ്ഞിനോട് സ്നേഹാധിക്യമുള്ള ഈ അമ്മ ചിന്തിച്ചു, ഞാനൊരല്പസമയം എന്റെ കുഞ്ഞിനെ ഒന്ന് വിട്ടുപിരിഞ്ഞാൽ, ഒന്ന് മാറി നിന്നാൽ എന്നെ കൂടാതെ ഈ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഈ കുഞ്ഞിനെ ഒരു അല്പസമയത്തേക്ക് വിട്ടുമാറുമ്പോൾ ഈ കുഞ്ഞിന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് ഒന്ന് പരീക്ഷിച്ചറിയാൻ ഈ അമ്മയ്ക്കൊരു ചിന്ത വന്നു. വാസ്തവത്തിൽ ആ ബോംബ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതൊരു ക്രൂരമായ പരീക്ഷണമായിരുന്നു. ഈ കുഞ്ഞിങ്ങനെ സന്തോഷിച്ച് ഓടി നടക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഈ അമ്മ മുന്നറിയിപ്പ് നൽകാതെ അവിടെയുള്ള ഒരു മരക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് അങ്ങ് മറഞ്ഞു. കൊച്ചുകുഞ്ഞ് അല്പസമയം അവിടെയെല്ലാം ഇങ്ങനെ നോക്കി സന്തോഷിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല. ആദ്യം അത്ര കാര്യമാക്കിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ പതുക്കെ ഈ കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് ഞരക്കങ്ങൾ ആരംഭിച്ചു. അത് കരച്ചിലായി, തേങ്ങലായിട്ട് മാറി. ആ സമയത്ത് അതിലെ ഒരു വഴിപോക്കനായ ഒരു മനുഷ്യൻ കടന്നു വന്നു. സുന്ദർ സിംഗിന്റെ ഉപമയാണ്.
ഈ കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടപ്പോൾ അയാൾക്ക് വളരെ സങ്കടം തോന്നി. അയാളൊരു വലിയ അപ്ലൈഡ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു, വലിയ മനഃശാസ്ത്ര വിദഗ്ധനായിരുന്നു. നിങ്ങൾക്കറിയാം, മനഃശാസ്ത്രമൊക്കെ പഠിച്ച ആളുകൾ ചിലപ്പോൾ ഇതിനിടയിൽ ഉണ്ടായിരിക്കും. മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ടെക്നിക്ക് എന്നാന്ന് ചോദിച്ചാൽ, ഒരു വിചാരത്തെ മറ്റൊരു വിചാരം കൊണ്ടോ ഒരു വികാരത്തെ മറ്റൊരു വികാരം കൊണ്ടോ മാറ്റാൻ ശ്രമിക്കുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയും. ഈ കുഞ്ഞിന്റെ ദുഃഖമൊന്ന് മാറ്റിയെടുക്കാനായിട്ട് അദ്ദേഹം ഇടപെട്ടു. കുഞ്ഞെന്തിനാ കരയുന്നെന്ന് ചോദിച്ചു. എന്റെ അമ്മയെ കാണുന്നില്ലെന്ന് പറഞ്ഞു. ഞാനൂടെ കൂടി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അയാൾ അവിടെ എല്ലാം നോക്കിയിട്ട് അമ്മയെ കണ്ടില്ല. ഒടുവിൽ ഇയാൾ സൈക്കോളജിക്കലായിട്ട് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കേൾക്കണോ? ചുറ്റുപാടുമുള്ള പ്രകൃതിയുടെ മനോഹാരിതമായ അവസ്ഥകളിലേക്ക് കുഞ്ഞിന്റെ ശ്രദ്ധയെ തിരിച്ചുവിടുവാനായിട്ട് ശ്രമിച്ചു. എന്താ കുഞ്ഞെ, നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം എത്ര മനോഹരമായ സ്ഥലമാണ്. ഇതിന്റെ ചുറ്റുപാടുമുള്ള ചെടികളും പൂക്കളും ഒക്കെ കുഞ്ഞ് കാണുന്നില്ലേ? എത്ര മനോഹരമായ കുളിർമയുള്ള കാറ്റാണ് ഇവിടെ വീശുന്നത്. മനോഹരമായിട്ട് പ്രകൃതി അങ്ങോട്ട് വർണ്ണിച്ചു. കുറെ സമയം ഇയാളുടെ വാചാലത കേട്ട് ഈ കുഞ്ഞിങ്ങനെ അതിൽ ശ്രദ്ധിച്ചു നിന്നു. അയാളുടെ പ്രഭാഷണം തീർന്നപ്പോ കൊച്ചു പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ കാണണം. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അതിനേക്കാൾ കൂടിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ഓനെ അങ്ങോട്ട് നോക്കിക്കേ, ആ ചക്രവാളത്തിലേക്ക് നോക്കിക്കേ, സൂര്യൻ എത്ര മനോഹരമായി പ്രകാശിക്കുന്നു. അവിടെയുള്ള ആ സന്ധ്യാ മേഘങ്ങളൊന്ന് നോക്ക്. എന്തിന്? അയാളുടെ വാക്കുകൾക്ക് കഴിയുന്നതിന്റെ പരമാവധി അയാളുടെ പ്രകൃതിയെ വർണ്ണിക്കുകയും ഈ കുഞ്ഞിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇയാൾ ഈ വർണ്ണനകളൊക്കെ ചെയ്യുന്ന ഒരു സമയത്തേക്ക് ഈ കുഞ്ഞ് നിശബ്ദമായിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കും. പരിപാടി തീരുമ്പോൾ അയാള് സംസാരം നിർത്തുമ്പോൾ കൊച്ചു പറയും, എനിക്ക് എന്റെ അമ്മയെ കാണും. ഏറ്റവും ഒടുവിൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ പൊട്ടിക്കരച്ചിലായിട്ട് മാറി. ആർക്കും നിർത്താനോ നിയന്ത്രിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ആ കുഞ്ഞ് അലറിക്കരയാൻ തുടങ്ങിയപ്പോൾ ആ ചെടിക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് അമ്മ ഓടി വന്ന് മകനെ വാരി പുണർന്ന് അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തം മഹാഭക്തനായിരുന്ന സാധു സുന്ദർ സിംഗ് പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ കഥയുടെ അർത്ഥമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ കടന്നു പോകുന്ന ആ പൈതൽ നിങ്ങളും ഞാനുമാണ്. നമ്മളെല്ലാവരും ഒരളവിൽ സന്തുഷ്ടനാണെന്നൊക്കെ തോന്നിയാലും റിയലി വി ആർ സാഡ്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ദുഃഖിതരാണ്. എന്താണ് നമുക്ക് പറ്റിയിരിക്കുന്ന ദുഃഖം? 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിന്റ് ഒഗസ്റ്റീൻ എന്ന് പറയുന്ന ആ ഭക്തനായ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഓ ഗോഡ്, thou hast created for thy sake. ദൈവമേ, നീ ഞങ്ങളെ നിന്റെ പേർക്കായി സൃഷ്ടിച്ചു. We are restless until we rest in thee. ഞങ്ങൾ നിന്നിൽ വന്ന് വിശ്രമിക്കുന്നത് വരെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നിങ്ങൾക്കെതിരായിട്ട് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്കൊരു നല്ല വീടുള്ളതിൽ എനിക്ക് അസൂയയില്ല. നിങ്ങൾക്ക് സാമാന്യം നല്ലൊരു ജോലി ഉള്ളതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അതൊന്നും നിത്യമായി വിശ്രമം നൽകിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സംഗീതക്കാരൻ പറയുന്ന, ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കുകയും സിഹിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ എന്നാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സൃഷ്ടികളിലല്ല സന്തോഷിക്കേണ്ടത്, ദൈവത്തിലാണ് സന്തോഷിക്കേണ്ടത്. അവിടെയാണ് എനിക്ക് നിങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നത്. ഈ ലോകത്തിലെ നൈമിഷികമായിട്ടുള്ള സന്തോഷ വിഷയങ്ങളെല്ലാം നമ്മളെ വിട്ടുപോകും. വേദപുസ്തകത്തിലെ ചില പ്രയോഗങ്ങൾ എന്റെ ഹൃദയത്തെ വളരെ ഇങ്ങനെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. വയസ്സല്ലോ എല്ലാവരും കഥാവിനെ അനുസരിച്ചാട്ട്. ഈ ലോകം, ദൈവത്തിന് സ്തോത്രം, ഇതിനെന്ത് ഓമന പേരിട്ടാലും ഒരാത്മീയന്റെ കണ്ണിൽ ഇത് പരദേശമാണ്.
കഴിഞ്ഞ രാത്രി ഞാൻ ഇസ്രായേൽ ജനം അത് ബാബിലോണിൽ പാർക്കുമ്പോൾ ആ ബാബിലോൺ അവർക്കൊരു പരദേശമായിരുന്നുവെന്നും അവരെ തിരികെ പോകുവാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റി ജീവിക്കുന്ന ഞാനും നിങ്ങളും അക്ഷരികമായിട്ട് ഒരടിമത്വത്തിൽ അല്ലെങ്കിൽ തന്നെയും ആത്മീയ ഭാഷയിൽ നിങ്ങൾ ഞാനും ഒരു ബാബിലോണിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വേദഭാഗം ഒന്ന് വായിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ആദ്യം എടുക്കുന്നവരത് വായിക്കണം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13 മുതൽ 1-2 വാക്യങ്ങൾ. ഹീബ്രൂസ് 11:13-14. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ. അത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇവരെല്ലാവരും എന്ന് പറയുന്നത് ഈ ഓരോരോ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഹീറോസ് ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസ വീരന്മാരാണ്. അവരെ എല്ലാവരും കൂടെ ഒന്നടങ്കം പറയുകയാണ്, ഇവർ എല്ലാവരും ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. ഉണ്ടോ? ഒറ്റ വിശുദ്ധൻ ലോകത്തിൽ വെച്ച് വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. പ്രാപിക്കാതെ നീ വായിച്ചാട്ടെ. ദൂരത്തു നിന്ന് അത് കണ്ട്. ഇടയ്ക്ക് ഒരു ബൈബിൾ ക്ലാസിന് മോഡൽ ഞാൻ സംസാരിക്കുന്നത് ക്ഷമിക്കണം. ഈ വിശ്വാസം, ഒരിക്കൽ ഞാൻ തിരുവല്ലായ്ക്കടുത്ത് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് രാവിലെ ഇങ്ങനെ പോകുമ്പോൾ, ഞാൻ പറഞ്ഞിട്ട് വായിക്കണേ, ഒരു ടീച്ചർ, ഒരു സഹോദരി, ആ സഹോദരി ഇവിടെ ഉണ്ടെങ്കിൽ പിണങ്ങരുത് കേട്ടോ, എൻ്റെ അടുക്ക വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കണം. അദ്ദേഹം ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്, അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിന് പോകുന്നതൊക്കെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഞാൻ വരാം, രാവിലെ കയറി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞ പോലെ അവിടെ കയറി ചെന്നു. അപ്പൊ എന്നെ കണ്ടപ്പോൾ മുതൽ ഈ ടീച്ചറിന് വലിയൊരു അമ്പരപ്പ് പോലെ, ഞാനെന്തോ അദ്ദേഹത്തോട് തർക്കിക്കാൻ ചെന്നുള്ള രീതിയിൽ. ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിൽ വന്നത്, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകട്ടെ. ഓ ആകട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാറിന്റെ വിശ്വാസ നിലയൊക്കെ എങ്ങനെ ഇരിക്കുന്നു, വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹത്തിന്റെ മർമ്മത്ത് ഞാൻ തൊട്ടതുപോലെ അദ്ദേഹത്തിനൊരു പുളച്ചിലുണ്ട്. എന്നോട് പറഞ്ഞു, ഓ വിശ്വാസമോ, അതൊക്കെ ഊഹാപോഹം. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു ഹൈസ്കൂൾ ടീച്ചർ എന്നോട് ചോദിക്കുകയാണ്, വിശ്വാസം എന്ന് പറയുന്നത് ഊഹാപോഹമല്ലേ? ഞാൻ പറഞ്ഞു, ഞാനത് ആദ്യമായിട്ട് ആ ഡെഫിനിഷൻ കേൾക്കുകയാണ്. കാരണം സാറിനേക്കാളും എന്നെക്കാളും ഒക്കെ വളരെ ജ്ഞാനിയും ദൈവകൃപയുള്ളവനുമായിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പും നിശ്ചയമാണെന്നാ പൗലോസപ്പോസ്തലൻ പറഞ്ഞത്. സാറ് പറയാ ഊഹാപോ. വിശ്വാസത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. വായിച്ചു വന്ന ആ ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇവർ എല്ലാവരും ദൂരത്ത് നിന്നത് കണ്ടു. അതാണ് വിശ്വാസം. ദൂരത്തു നിന്ന് കാണുന്നതാണ് വിശ്വാസം. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഒരു പരിമിതി ഉണ്ട്. ഒരു തടസ്സത്തിനപ്പുറത്ത് നമുക്ക് കണ്ടുകൂടാ. എന്നാൽ ആത്മാവിന് തടസ്സമില്ല, അത് ദൂരത്തു നിന്ന് കാണുന്നതാണ്. ഇനി വായിക്കാട്ടെ. ദൂരത്തു നിന്ന് ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നത് കണ്ട് അഭിവന്ദിച്ചും. കണ്ടത് നല്ലതാണെന്ന് അവർ പറഞ്ഞു. അഭിനന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എത്ര മനോഹരമായൊരു വാക്യമാണ്. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അടുത്ത വാക്യം കൂടെ ഒന്ന് തൊട്ട് വായിച്ചാട്ടെ. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഇടയ്ക്കൊരു കാര്യം പറയാം. ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഈ ഏരിയ, ലോകത്തിന്റെ ഈ ഭാഗത്ത് ഉള്ള ജനങ്ങൾ കൂടുതൽ പിതാവിന് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നവരാണ്. വേദപുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ അതറിയാം. എന്നാൽ നമ്മുടെ ഇന്ത്യ തുടങ്ങിയ ആ രാജ്യങ്ങളിൽ പിതൃത്വത്തെക്കാൾ മാതൃത്വത്തിനാണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് രാജ്യം ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ അപ്പന്റെ പേരവിടെ പറയില്ല, മാതൃരാജ്യമാണെന്നേ പറയുള്ളൂ, മാതൃഭൂമി. എന്നാൽ ഈ ഭാഗത്തൊക്കെ ഉള്ള ആളുകളോട് ചോദിച്ചാൽ ഇങ്ങനെയുള്ളവരൊരു പിതൃദേശം അന്വേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിതൃദേശം അന്വേഷിക്കുന്നു. ഞാനൊരു സംഗതി നിങ്ങളോട് പറയാം.
ഇത് നമ്മുടെ പിതൃദേശമല്ല, ഇത് നമ്മുടെ മാതൃഭൂമിയുമല്ല. പ്രൈസലോ, ഇവിടെ നിന്ന് നമ്മളെ കൊണ്ടുപോകും. നാം ഇവിടം വിട്ടുപോകും. ഒരു ദിവസം നമ്മുടെ പിതൃദേശം വെളിപ്പെടും. പ്രൈസലോ, യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കരുത്, അതിനോട് മറക്കരുത്. എല്ലാവരും കർത്താവിനെ ഒന്നുകൂടെ സ്തുതിച്ചാട്ടെ. ഇപ്പോൾ ഒരു ഇടവേള കൊടുക്കുന്നു. കർത്താവ് അനുവദിക്കുന്നിടത്തോളം പിന്നാലെ നമുക്ക് അല്പസമയം കൂടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരു ബ്രോക്കൺ വേൾഡാണ്, തകർന്ന ഒരു ലോകമാണ്. ഞാൻ ഈ ചെറിയ പ്രായം മുതൽ എനിക്കും ഈ അല്പം കവിതാവാസനയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അധ്യാപകരൊക്കെ അത് പറയുമായിരുന്നു. നമ്മുടെ കവികളിൽ പലരും ഭാവനയിൽ ഇങ്ങനെ നല്ല കവിതകളൊക്കെ എഴുതുന്ന ആളുകളാണ്. അതില് ഈ കേരളത്തെ വർണ്ണിച്ചുകൊണ്ട് ചില കവികൾ എഴുതിയ ചില കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ആ വാക്കുകളൊന്നും ഇവിടെ ഉദ്ധരിക്കുന്നില്ല. ജയ ജയ കോമള എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ കേരളം വളരെ മനോഹരമാണ് എന്നാണ് കവിത. അതേസമയം വിശന്നു നടക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിച്ച് കേരളം മനോഹരമാണോ? രോഗം ബാധിച്ച് മരണക്കിടക്കൽ കിടക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുക കേരളം മനോഹരമാണോ? അപഹരിക്കപ്പെട്ട ഒരു യുവതിയോട് ചോദിക്കുക കേരളം മനോഹരമാണോ? തമ്മിൽ കത്തിക്കുത്തുണ്ടായി രക്തക്കളത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുക കേരളം മനോഹരമാണോ? ആശയം മനസ്സിലായോ നിങ്ങൾക്ക്? യാഥാർത്ഥ്യത്തെ മൂടുപടമിടുവാൻ, ഭംഗിവാക്കുകൾ കൊണ്ട് അതിനെ മറ്റൊന്നാക്കി ചിത്രീകരിക്കുവാൻ ആരും ശ്രമിക്കരുത്. ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചെറുപ്പം മുതലേ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നത്. അല്ലെങ്കിൽ കുർബാനയൊക്കെ ചെല്ലാൻ എനിക്കറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മതം ഇതിന് മറുമരുന്നല്ല. ഒരു മതവും. ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല എന്ന് ഞാൻ പറയുമ്പോൾ ചിലരെന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. അയ്യോ ഇങ്ങനെ പോയോ, പുറകോട്ട് പോയോ? ഇല്ല, ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ ഒട്ടും വിശ്വാസമില്ല. അതുപോലെ തന്നെ കലാ സാഹിത്യാദി പരിപാടികൾ, സിനിമ തുടങ്ങിയുള്ള മനുഷ്യനെ താൽക്കാലിക രസത്തിലേക്ക് നയിക്കുന്ന ഇതൊന്നും മനുഷ്യന്റെ സ്ഥായിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുകയില്ലെന്നും, ബാഡ് ടു വേഴ്സ്, ഒന്നിനൊന്നിന് വഷളത്വത്തിലേക്കും അധപ്പതനത്തിലേക്കും അത് മനുഷ്യനെ തള്ളിവിടുമെന്നും ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അറിയുന്നിടത്തോളം ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ ഏക പ്രത്യാശ ഞാൻ കാണുന്നത് ദൈവവചനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒത്തിരി താത്വികമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്പ മിനിറ്റുകൾ കൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, ബാബിലോൺ പ്രവാസ കാലത്ത് ഒത്തിരി ആളുകൾ അവിടെ ഇരുന്ന് ഇങ്ങനെ മോങ്ങിക്കരയുന്നു. ബാബിലോൺ നദികളുടെ തീരത്ത് അവരുടെ ഗാനോപകരണങ്ങൾ മരക്കൊമ്പുകളിൽ തൂക്കിയിട്ടുകൊണ്ട് വിലപിക്കുന്നു. ആ വിലാപം ഒടുവിൽ കേഴ്സിംഗ് ആയിട്ട്, ശാപവാക്കുകളായിട്ട് അത് അവസാനിക്കും. എന്നെ വൈദിക സെമിനാരിൽ പഠിപ്പിച്ച പ്രഗത്ഭനായ ഒരു അധ്യാപകൻ, അദ്ദേഹം ഇപ്പോൾ ഒരു ബിഷപ്പാണ്, എങ്കിലും അദ്ദേഹത്തെ ഞാൻ ബഹുമാനത്തോടെയാണ് ചിന്തിക്കുന്നത്. അദ്ദേഹം ഞങ്ങളെ ഒരിക്കൽ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓർക്കുന്നുണ്ട്, നല്ല സമറിയാക്കാരന്റെ കഥ അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. ആ കഥയ്ക്ക് അദ്ദേഹം കൊടുത്ത ഒരു പേര് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് പ്രോബ്ലംസ്, പ്രശ്നങ്ങളുടെ കഥയെന്നാണ്. നല്ല സമറിയാക്കാരന്റെ കഥയ്ക്ക് ഞങ്ങളുടെ അധ്യാപകൻ കൊടുത്ത പേര് പ്രശ്നങ്ങളുടെ കഥയെന്നാണ്. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? നിങ്ങൾ നോക്ക്, ആ വഴിയിൽ ഒരു മനുഷ്യൻ ചോര ഒലിപ്പിച്ചു കിടക്കുന്നു. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. മുറിവേറ്റ് കിടക്കുകയാണ്, അർത്ഥപ്രാണനാണ്. രക്ഷിക്കാൻ താമസിച്ചാൽ മരിക്കും. വഴിയെ പോയ ഒരു യഹൂദനാണ്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇന്നത്തെ ലോകം അതാണ്. എന്നിട്ട് ഞങ്ങളുടെ അധ്യാപകൻ പറഞ്ഞു, ആ പ്രോബ്ലം തന്നെ ഉണ്ടായതല്ല, കള്ളന്മാര്, അക്രമികള് അയാളെ പിടിച്ച് അയാളുടെ കയ്യിലുള്ളതെല്ലാം അപഹരിച്ചതിന് ശേഷം അയാളെ ആ അവസ്ഥയിലാക്കിയിട്ടതാണ്.
ഈ പ്രോബ്ലം ഉണ്ടാക്കിയ ആളുകളുണ്ട്. അവർ ഈ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് അവർ സ്ഥലം വിട്ടു. ദ പ്രോബ്ലം റിമൈൻസ് ദർ അൺസോൾവ്. അത് പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അന്നേരമാണ് ഞങ്ങളുടെ പഴയ ഭാഷയിൽ പറയുന്നത്, ക്ഷമിക്കണം, ഒരു അച്ഛനും കപ്പ്യാരും അതിലേ വന്നു. അങ്ങനെയാണോ വേദോസ്തവത്തിൽ എഴുതിയിരിക്കുന്നത്? ഒരു പുരോഹിതനും ലേവ്യനും. അവർ രണ്ടുപേരും ഇത് കണ്ടു. കണ്ടെങ്കിലും അങ്ങോട്ട് അടുത്തില്ല, പല കാരണങ്ങളാൽ. ഒന്നാമത്, അതിലൊക്കെ തൊട്ടാൽ രക്തത്താൽ അശുദ്ധമാകും. അപ്പൊ കർമ്മങ്ങൾക്ക് ഉള്ള പാവനത്വം നശിക്കും. അപ്പൊ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു കർമ്മം നടത്തുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ കടന്നു പോകുന്ന ആള്. അവരെന്ത് ചെയ്തു? They bypassed the problem. അവരാ പ്രശ്നത്തെ മറികടന്നുപോയി. പല ആളുകൾ പ്രശ്നം സൃഷ്ടിക്കുമ്പോൾ ചില ആളുകൾ പ്രശ്നം കണ്ടിട്ടും കാണാത്തവരെ പോലെ കടന്നു പോകുന്നവർ. പിന്നെ നമ്മൾ ഒരാളിനെ കാണുന്നത് കണ്ട് മനസ്സലിവ് തോന്നി ഇവനെ എടുത്ത് തന്റെ വാഹനമൃഗത്തിന്റെ മുകളിൽ ഇരുത്തി താൻ നടന്ന് ഇവനെ താങ്ങിപ്പിടിച്ച് ഒരു വഴിയമ്പലത്തിൽ, ഒരു സത്രത്തിൽ, ഒരു ക്ലിനിക്ക് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു, അവിടെ കൊണ്ടെത്തിച്ചു. നിങ്ങൾക്കറിയാമല്ലോ ആ ഭാഗം, ഞാൻ തൊട്ട് പറയട്ടെ. അവിടെ ഇവനെ കൊണ്ടാക്കി ഫസ്റ്റ് എയ്ഡ് ഒക്കെ നടത്തി 2 വെള്ളിക്കാശ് എടുത്ത് ആ സത്രം വിചാരിപ്പുകാരന് കൊടുത്തു. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അയാൾ ട്രീറ്റ് ചെയ്യില്ല. അയാൾ ആരാന്നറിയാമോ? അയാൾ വല്ലതും കൊടുത്താൽ മാത്രം അതിന് തക്കവണ്ണം സഹായിക്കുന്ന ഒരുത്തനാണ്. ആ കിട്ടിയതിന് മാത്രം അയാൾ അല്പം ശുശ്രൂഷയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ ഏൽപ്പിച്ച ആൾ എന്ത് പറഞ്ഞെന്നറിയാമോ? ഞാൻ ആ ഭാഗം എന്റെ കണ്ണിൽ, എന്റെ മനക്കണ്ണിൽ കാണുകയാണ്. ഈ അർത്ഥപ്രാണനായി കിടക്കുന്നവന്റെ കണ്ണിലേക്ക് നോക്കി, ആ സത്രം വിചാരിപ്പുകാരന്റെ മുഖത്തോട്ട് നോക്കി. നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് പോകണം, അത്യാവശ്യമായിട്ടൊരു യാത്രയുണ്ട്, എന്നാൽ ഞാൻ ഇനിയും വരും. വരുമ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ചെലവായിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഞാൻ അതിനുത്തരവാദിയായിരിക്കും. ഞാനത് പൂർണ്ണമായി തീർത്തു തരും. എന്റെ പറ്റിൽ അത് എഴുതിക്കൊള്ളൂ, എന്റെ പേരിൽ അത് എഴുതിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കടന്നുപോയ ഒരു വ്യക്തി, ഹീ സോൾവ് ദ പ്രോബ്ലം. എങ്ങനെ ഇരിക്കുന്നു? ഒരുത്തൻ പ്രോബ്ലമായിട്ട് കിടക്കുന്നു. ദുഷ്ടന്മാരായ ആളുകൾ, വിക്കറ്റ് പീപ്പിൾ, റോബേഴ്സ്, they created the problem. സത്രവിചാരിപ്പുകാരൻ, he treated the problem, but good Samaritan solved the problem. Praise the Lord. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾ ഞാനും ഇതിൽ ഏത് ഘടകമാണെന്നൊന്ന് ചോദിക്കട്ടെ. പ്രോബ്ലമായിട്ട് കിടക്കുകയാണോ? എന്റെ ദൈവമേ, ചില വീട്ടിൽ ചിലത് പ്രോബ്ലമാണ്, ഇപ്പോഴും പ്രോബ്ലം. ഇവിടെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ചില സഭകളിൽ ചിലത് പ്രോബ്ലമാണ്, എന്നും പ്രോബ്ലമാണ്. കർത്തൃമേശയ്ക്കിടയിൽ കൂടെ പ്രോബ്ലം ഉണ്ടാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പ്രോബ്ലം പരിഹരിക്കാനാവുന്നത്, ഇന്ന് ചിലത് പ്രോബ്ലം ഉണ്ടാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഗുഡ് സാമറിറ്റൻ ആരാന്നറിയാമോ? ഇവനൊരു ശമര്യനല്ലയോ, ഇവന് ഭൂതമില്ലയോ എന്ന് യേശുവിനെ ശമര്യൻ എന്ന് വിളിച്ചു. പക്ഷെ അവൻ ശമര്യനല്ല. അല്ലെങ്കിൽ തന്നെ അവൻ ശമര്യനാണെങ്കിൽ തന്നെ അവൻ ഗുഡ് സാമറിറ്റനാണ്. അവൻ നല്ല സമര്യനാണ്. അവൻ മടങ്ങി വരും. അവൻ വരുമ്പോൾ മാത്രമേ ഇത് പൂർണ്ണമായി പരിഹരിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ബാബിലോൺ പ്രവാസത്തെക്കുറിച്ച് അല്പം നിമിഷങ്ങൾ കൂടി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യട്ടെ. ഈ ലോകം ഒരു ബാബിലോൺ നദിയാണെന്നും ഇതിന്റെ തീരത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ ദുഃഖിതരായി മുമ്പേ കേട്ടതുപോലെ ഒരു പിതൃദേശം അന്വേഷിച്ച് ഇങ്ങനെ ഇവിടെ കഴിയുകയാണെന്നും ഞാൻ പറഞ്ഞല്ലോ. യു ബിലീവ് ഇറ്റ്, നിങ്ങളത് വിശ്വസിക്കണം. എന്നാൽ ആ പിതൃദേശം നമുക്ക് ലഭിക്കുന്നത് വരെ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ബാബിലോൺ നദികളുടെ തീരത്ത് കിന്നരങ്ങള് മരക്കൊമ്പിൽ തൂക്കിയിട്ടുകൊണ്ട് ആ പ്രലാപം പാടിയവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും ആകരുത്.
ഈ ചില മരണ വീടുകളൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, കരയാനായിട്ട് കുത്തക പിടിച്ചിരിക്കുന്ന ആള്. അന്ന് ആരെങ്കിലും പുതിയ പുതിയ ആൾ വരുമ്പോഴത്തേക്ക് ഇവര് ഇളക്കി ഇളക്കി കരയും. ചിലപ്പോൾ ഞാൻ ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോകാം, അവരടക്കിക്കോട്ടെ. ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നം പരിഹൃതമാവുകയില്ല. നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യണം. ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ വെറുതെ ഇരുന്ന് ഒത്തിരി പേര് മോങ്ങുകയും ഞരങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രശ്നം പരിഹരിപ്പാനായി അതിന് ഈട് കൊടുത്ത, അതിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ഒരുപിടി മനുഷ്യരുടെ പേരുകൾ ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു. ഖെബാർ നദിയുടെ തീരത്തിരിക്കുന്ന ബൂസിയുടെ മകനായ എസക്കിയേൽ, സന്ദ്രക്കുമേശക് അബേദ്നെഗോ, അതൊക്കെ അവർക്ക് പിന്നെ പേര് മാറ്റിയിട്ടതാണ്. അതുപോലെ തന്നെ ദാനിയേൽ. ഇവരാരും പാപം ചെയ്തിട്ട് ഇവിടെ വന്നുകൂടിയവരല്ല. മറ്റുള്ളവരുടെ പാപനിമിത്തം നിരപരാധികളായി പിടിക്കപ്പെട്ട് ഇവരുടെ ഒപ്പം കട്ടം സഹിച്ച് ഇവിടെ വന്ന് കുടുങ്ങിയിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇവിടെ ആയിരിക്കുന്നെങ്കിലും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവർ പിതൃദേശം അന്വേഷിക്കുക. നിങ്ങളൊന്ന് നോക്ക്, കാവൽപുരമുറ്റത്ത് ഒരു വയസ്സനായ ഒരു യെരമ്യാവിനെ അടച്ചിട്ടേച്ചാ പോകുന്നത്. അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അയാൾ അവിടെ കിടന്നുകൊണ്ട് വിലാപങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയാണ്. ദാനിയേൽ, സന്ദ്രക്കുമേശക് അബേദ്നെഗോ എന്നിവർ അവർ റോയൽ സർവീസിലാണ്. ഞാൻ ശരിക്ക് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ദാനിയേൽ. പ്രൈം മിനിസ്റ്റർ. ഇവിടെ പ്രൈം മിനിസ്റ്റർ ആരും ഇവിടെ വന്നിട്ടില്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈം മിനിസ്റ്ററെ ഒരു യോഗത്തിലൊന്ന് ക്ഷണിച്ചു നോക്കി, അയാൾ വരുമോ? അയക്ക് ഇവിടെ സമയം ഇരിക്കുന്നത് പ്രൈം മിനിസ്റ്റർക്ക്. എന്നാൽ ദാനിയേലിന് ദൈവസന്നിധി പോകാനേ സമയമുള്ളൂ, മറ്റേതിന് സമയമില്ല. ദൈവകാര്യം ഒന്നാം കാര്യമായിട്ട് എടുക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിൽ താഴെയായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിന് കൊള്ളാവുന്നത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് ആയിരം ആയിരം സ്തുതികൾ അർപ്പിക്കുന്നു. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തോന്നുന്നു, നിങ്ങൾക്കത് ഇഷ്ടമാണോന്ന് എനിക്കറിയത്തില്ല. ഈ സന്ദ്രക്കുമേശക് അബേദ്നെഗോ എന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങൾ, സത്യത്തിൽ അവരുടെ പേരുകൾ അതല്ലായിരുന്നു. അവരുടെ മാതാപിതാക്കന്മാർ അവർക്ക് പേരിട്ടത് ഹാനനിയ, അസറിയ, യാഹ് എന്നുള്ള ശബ്ദത്തിൽ അവസാനിക്കുന്ന പേരുകളാണ് അവരുടെ മാതാപിതാക്കൾ അവർക്ക് ഇട്ടത്. അതുപോലെ തന്നെ മിശായേൽ, ദാനിയേൽ, ഏൽ എന്നുള്ള വാക്കിൽ ശബ്ദത്തിൽ അവസാനിക്കുന്ന പേരുകളാണ്. യാഹും ഏലും എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവശബ്ദത്തോട് ബന്ധമുള്ള പേരുകളാണ് കുഞ്ഞുങ്ങൾ കിട്ടത്. എന്നാൽ ഇവിടെ വന്നുടനെ ആദ്യം പിശാച് ചെയ്യുന്ന എന്നാ ചോദിച്ചാൽ, പിശാചിന്റെ പേരുകൾ ഈ കുഞ്ഞുങ്ങൾ കിട്ടും. ദാനിയേലിനാണെങ്കിൽ ഒരു കൊടിയ പിശാചിന്റെ പേരാണ് ബെൽത്ശസ്സർ. സന്ദ്രക്കുമേശക് അബേദ്നെഗോ. രാജാവ് പലപ്പോഴും ദാനിയേലിനെ വിളിക്കും, ബെൽത്ശസ്സറേ, നിങ്ങളോ ഞാനോ വല്ലതും ആയിരുന്നെങ്കിൽ എന്തോ. ഒറ്റ ദിവസം ദാനിയേൽ വിളി കേട്ടിട്ടില്ല. ദാനിയേൽ സംസാരിക്കുമ്പോഴെല്ലാം ദാനിയേൽ പറയുന്നത്, ദാനിയേൽ എന്ന ഞാൻ, ദാനിയേൽ എന്ന ഞാൻ. എന്നെ ബെൽത്ശസ്സറാക്കാൻ ശ്രമിച്ചാലും ഞാൻ വിട്ടുകൊടുക്കയില്ല, ഞാൻ ദാനിയേൽ തന്നെ ആയിരിക്കുമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാം എന്നുള്ള പേര് കൊണ്ടൊന്നും ഞാൻ ദൈവത്തിലായി തീരുകയില്ല. ഏറ്റി കോവൂരിന്റെ പേരും അബ്രഹാം എന്നാണ്. ദൈവമില്ലെന്ന് പഠിപ്പിക്കുന്ന ഏറ്റി കോവിന്റെ പേര് ഏബ്രഹാം ടി കോവൂർ എന്നാണ്. എങ്ങനെയാ ഒരു മനുഷ്യൻ ദൈവികനാകുന്നത്? ഒരു നിമിഷം പോയാലും തിരക്കില്ല, ഒന്ന് വായിച്ച് കേൾക്കണം. ദാനിയേൽ 10:12 വേഗം ഒന്ന് വായിച്ചാട്ടെ ആരെങ്കിലും. ദാനിയേൽ 10-ാം അധ്യായം 12-ാം വാക്യം വേഗം ഒന്ന് വായിച്ചാട്ടെ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലിനോട് ഒരു ദൂതൻ വെളിപ്പെട്ട് പറഞ്ഞ വാക്കുകളാണ്. ദാനിയേലേ ഭയപ്പെടേണ്ട, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നീ ഉണ്ടായ ദിവസം മുതലെന്നല്ല, നിന്റെ മാമോദീസ നടന്ന ദിവസം മുതലെന്നല്ല, നിന്റെ പേര് പള്ളി രജിസ്റ്ററിൽ എഴുതിയ ദിവസമെന്നല്ല, നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തിയ ഒന്നാം ദിവസം മുതൽ
നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അതിനായിട്ടാണ് ഞാൻ വന്നത്. സ്വർഗത്തിലെ ദൂതൻ വന്നത് ചുമ്മാതെ നടക്കുന്നവനെ സന്ദർശിക്കാനല്ല. ഞാൻ പറയുന്നത് വല്ല നിർത്തി ഉണ്ടെങ്കിൽ ദൂതന്മാരെ ഒന്നും വിളിക്കരുത്. ഓക്കെ, എനിക്ക് കണിയായിട്ട് വരും. അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരും ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നതായ വീരന്മാരാണ്. ക്രമംകേടായിട്ട് ജീവിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഗബ്രിയേലിനെ മിഖായേലിനെ ഒന്നും വിളിക്കരുത്. അപകടമായിട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദാനിയേലിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്നിരിക്കുകയാണ്. നിന്നോട് ഈ വിവരം അറിയിക്കാൻ എന്നെ അയച്ചു. പാർസി പ്രഭു പിശാചിന്റെ ഒരു പ്രൊഫറ്റിക്കൽ നെയിമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇന്ന് രാത്രി ഒന്നും പറയുന്നില്ല. 21 ദിവസം എന്നെ തടയാൻ ശ്രമിച്ചു. അല്ലെ കുറച്ചുകൂടെ 3 ആഴ്ചയ്ക്ക് മുമ്പേ ഞാൻ വരേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഞാൻ ഇത് നിന്നെ അറിയിക്കാനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ബാബിലോൺ പ്രവാസം മാറിക്കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയോട് പറയുന്നത്, നീ ദാനിയേലിനെ മാതൃകയാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ജനത്തെ രക്ഷിപ്പാൻ, എന്റെ ജനം രക്ഷപ്പെട്ട് കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി സെൽഫ് സാക്രിഫൈസ്, എന്നെ സ്വയം യാഗമാക്കുവാൻ ഞാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരെ വേഗത്തിൽ ചില വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബാബിലോൺ ചക്രവർത്തിയായിരിക്കുന്ന നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ വീരനായ മനുഷ്യൻ പടക്കൂട്ടങ്ങളുമായിട്ട് വന്ന് തകർത്ത് പൊടിച്ച് തരിപ്പണമാക്കി യെരുശലേമിനെ ഇടിച്ച് കുപ്പക്കുന്നാക്കി വെട്ടി ചോരപ്പുഴ ഒഴുക്കി കൈവിലങ്ങുകൾ വെച്ച് ഇത്രയും ധിക്കാരം കാണിച്ച ഈ മനുഷ്യൻ പിടിച്ചുകൊണ്ട് പോയേച്ച് വിട്ടയക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഒരു 70ഓളം വർഷങ്ങൾ കഴിഞ്ഞപ്പോ, പ്രൈസലോ, ഞാൻ വെട്ടിച്ചുരുക്കി പറയട്ടെ, ഏകദേശം 70 വർഷത്തോളം കഴിഞ്ഞപ്പോ അന്ന് സാമ്രാജ്യം മാറി. അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് മാറി. ആ രാജാവ് ഒരു ഈഡിക്റ്റ്, ഒരു വിളംബരം എഴുതി. അത് മറ്റൊന്നുമല്ല, യഹൂദന്മാർക്ക് തിരിച്ചു പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവരെ അനുവദിക്കുന്നു. അവർക്ക് തിരിച്ചു പോകാം. അവർക്ക് ദൈവാലയം പണിത് അവരുടെ ദൈവത്തെ ആരാധിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിന് അനുവാദം കൊടുക്കുന്നു. അവർക്ക് അവിടെ പോയി വീടുകൾ പണിത് താമസിക്കുവാൻ ഞാൻ അനുവാദം കൊടുക്കുന്നു. ഇത് സ്വാഭാവികമായി നോർമലായിട്ട് വെറുതെ അങ്ങ് സംഭവിച്ചതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇതിനുവേണ്ടി ഇടിവിൽ നിന്ന, ഇതിനുവേണ്ടി വില കൊടുത്ത ചില ആളുകൾ ഉണ്ടെന്നുള്ള വിവരം ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കാവൽപുരമുറ്റത്ത് കിടക്കുന്ന ആ വൃദ്ധൻ അതിന് വില കൊടുത്തവരിൽ ഒരുത്തനാണ്. ദാനിയേൽ അതിന് വില കൊടുത്ത ഒരുത്തനാണ്. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അതിന് വില കൊടുത്തവരാണ്. എസെക്കിയേൽ പ്രവാചകൻ അതിന് വില കൊടുത്ത ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ തകർന്ന ലോകത്തിനു വേണ്ടി ഇതിനെ ഉദ്ധരിക്കുവാൻ, ഒരു നവോത്ഥാനം കാണുവാൻ, അതിനുവേണ്ടി ആത്മീയ ഭാഷയിൽ വില കൊടുക്കുവാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് അങ്ങനെ ഒരു വാക്യമുള്ളത് ദാനിയേൽ പ്രവചനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ ദൈവം പ്രേരണ നൽകുന്നില്ല. എന്റെ ആശയം ഞാൻ പ്രസംഗിക്കുന്നിടത്തൊക്കെ ഊന്നി പറയുന്ന ഒരു കാര്യം, ദിസ് ഇസ് എ വിക്കറ്റ് വേൾഡ്, ദിസ് ഇസ് എ ഫോളൻ ഹ്യൂമൻ റേസ്. ഈ ലോകം നവീകരിക്കപ്പെടണം, ഈ മനുഷ്യവർഗം ഉദ്ധരിക്കപ്പെടണം. അതിന് ചില പ്രോസസ് ഉണ്ട്, അത് ചില പടികളുണ്ട്. ആ പടികളിൽ കൂടെ അല്ലാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടുവാനോ രക്ഷപ്പെടുത്തുവാനോ സാധ്യമല്ല. ഹല്ലേലൂയ. അതിന്റെ ചില പടികൾ ഞാൻ കമ്പിവാക്കുകൾ പോലെ പറയാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ കേട്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകമുള്ളവർ നോക്കുന്നതിനും കുഴപ്പമില്ല. ദാനിയേൽ 1:8, ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഈ ഉദ്ധാരണം കാണാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യമായിട്ട് മുടക്കേണ്ട ഇൻസ്റ്റോൾമെന്റ്, അതിനുവേണ്ടി അവൻ മുടക്കേണ്ട 1-ാമത്തെ മുടക്ക് മുതൽ പറയാൻ പോകുകയാണ്. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദൈവമക്കളെ,
ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈസി അല്ല. അത് വെറും ഷൗട്ടിംഗ് അല്ല. വ്യവസ്ഥ പ്രകാരമുള്ള ഷൗട്ടിംഗ് അല്ലെങ്കിൽ അതുകൊണ്ട് വിജയം ഉണ്ടാകുകയുമില്ല. ഞാനൊരു കാര്യം ഓർക്കുന്നു, നിങ്ങൾക്കറിയാം, ഈ പണ്ട് ഇസ്രായേൽ മക്കൾ ആരോടെങ്കിലും യുദ്ധത്തിന് പോകുമ്പം, അത് എന്റെ ഭാഷയാണ്, യുദ്ധം തോക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ ആറ്റം ബോംബ് പ്രയോഗിക്കും അവര്. അന്ന് ആറ്റം ബോംബ് ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കും. ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ ആറ്റം ബോംബാണ് പെട്ടകം. പെട്ടകം പാളയത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബാണ്. ശത്രു തോറ്റത് തന്നെ അടയാളമാണ്. പാളയത്തിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഒരു ആർപ്പ് വിളിയുണ്ട്. അത് കേൾക്കുമ്പോൾ ശത്രുവിന് അറിയാം. ഏലിപ്പുരോഹിതന്റെ മക്കള് ആത്മീയം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ പതിവിൻപടി പാളയത്തിൽ പെട്ടകം കൊണ്ടുവന്നു. ഭൂമി കുലുങ്ങുമാർ ആർപ്പ് വിളിച്ചു. ഭയങ്കരമായി പെലസ്തീൻ ഇത് കേട്ട് നടുങ്ങി. നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിച്ചു നോക്കി. ഈ ആർപ്പുവിളി കേട്ടപ്പോൾ പെലസ്തീന് അവരോട് തന്നെ പറഞ്ഞത്, പെലസ്തീനെ നിങ്ങൾക്ക് അയ്യോ കട്ടമെന്ന്. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അവർക്ക് തന്നെ കട്ടം വെച്ചു. പക്ഷെ പിശാചിന് കൂടുതൽ വിവരങ്ങൾ അറിയാമല്ലോ. പിശാചി എന്ന് പെലസ്തീനോട് പറഞ്ഞു, ഈ പ്രാവശ്യം പേടിക്കണ്ട, ഈ പ്രാവശ്യത്തെ ആർപ്പുവിളി കേട്ട് നിങ്ങൾ പേടിക്കണ്ട, ഈ പ്രാവശ്യം വ്യവസ്ഥ തെറ്റിച്ചുള്ള ആർപ്പുവിളിയാണ്. കാരണം ഒപ്പിനിയും ബിനഗാസും ഒക്കെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവർ രണ്ട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകലെല്ലാം യാഗം കഴിക്കും, രാത്രിയെല്ലാം പാപവും കഴിക്കും. ഇങ്ങനെ പാപവും യാഗവും കൂടെ മിക്സ് ചെയ്താണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അവര് നീക്കുന്ന ഈ നീക്കത്തിൽ ഇറങ്ങി വരുന്ന ആളല്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം പെട്ടകം മാത്രമേ വന്നിട്ടുള്ളൂ. പെട്ടകത്തോടുകൂടി യഹോവ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ പെട്ടകം പിടിച്ച് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. വിവരിക്കാനൊക്കെ എനിക്കുണ്ടെങ്കിൽ ഞാനവിടെ നിർത്തുന്നു. ഹോപ്പിനിയും ബിനഹാസും പട്ടുപോയി. ദുരന്തങ്ങളുടെ നൂലാമാലയാണ് അവിടെ സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതെന്തിനെ കാണിക്കുന്നു? ദൈവശക്തി, ദൈവത്തിന്റെ ആത്മാവ് ഈ പെട്ടകത്തിന്റെ ഒരു റിയലൈസേഷനാണ്. അതിന്റെ സാക്ഷാൽ രൂപമാണ് ദൈവശക്തി. ദൈവശക്തി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അശുദ്ധിയോടുകൂടി അത് കൈകാര്യം ചെയ്താൽ അത് തൊട്ടവനെ തിരിച്ചടിക്കും. ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയുന്ന ഒരു ഉദാഹരണമാണ്. ട്രാൻസ്ഫോമറില് 2 എല്ലും ഒരു തലയോട്ടിയും വരച്ചു വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? തലയോട്ടിയുടെ പ്രസംഗമാണ്. അമൻ. ഈ ട്രാൻസ്ഫോമർ പ്രസംഗിക്കുകയാണ്. കടന്നു പോകുന്നവനെ, ഇലക്ട്രിസിറ്റി ആകുന്ന ഞാൻ നിന്നോട് പറയുന്നത്, ഞാൻ നിനക്ക് വലിയ ഉപകാരിയാണ്. ഞാൻ ഒരു ദിവസം നിന്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ നീ ഇരുട്ടി തപ്പും. ഇത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. എന്നാൽ വ്യവസ്ഥ തെറ്റിച്ചെന്നെ കയറി തൊട്ടാൽ ഞാൻ നിന്നെ ഇതുപോലാക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി എന്ന് പറയുന്നത് വ്യവസ്ഥയിൽ മാത്രം ഇടപെടുന്ന ശക്തിയാണ്. അതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ ഹോളിനെസ് ആണ്. തന്നെത്താൻ അശുദ്ധനാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചു. രാജാവിന്റെ ഭോജനം കൊണ്ടും, ചില ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നത് രാജാവിന്റെ ഭോജനം എന്ന് പറയുന്നത് ഇറച്ചിയും മീനും ഒക്കെ അല്ല. രാജാവിന്റെ ഭോജനം എന്നവിടെ പറയുന്നത് പ്രജാതി രാജാക്കന്മാർക്ക് ആഹാരം കഴിക്കുന്നതിന് മുമ്പേ അവരത് അവരുടെ ഐഡലിന് സബ്മിറ്റ് ചെയ്ത് വിഗ്രഹങ്ങൾക്ക് കൊണ്ടുപോയി അത് അടിയറ വെച്ചതിന് ശേഷമാണ് പിന്നെ എടുത്ത് കഴിക്കുന്നത്. അതാണ് അതിന്റെ കുഴപ്പം. അല്ലാതെ ഇറച്ചിയോ മീനോ ആയിരുന്നു കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് ദാനിയേൽ കണ്ടുപിടിച്ചു. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വേണ്ട, വിഗ്രഹാർപ്പിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. തന്നെ താൻ അശുദ്ധനാക്കുകയില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ താമസിക്കുന്ന വീട്ടിലെ കൊച്ചുമോൻ എന്നോട് പറഞ്ഞു, ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ സാക്ഷ്യം പറയണം. ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ സാക്ഷ്യം ഇങ്ങനെ പറയാറുണ്ടല്ലോ. എന്റെ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഞാൻ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അതായത് ഞാൻ വൈദികനായിരിക്കുമ്പോൾ സുവിശേഷ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് വലിയ തടസ്സമുണ്ടായി. പരസ്യയോഗത്തിന് ഞാൻ പോയി പ്രസംഗിച്ചപ്പോൾ എന്നെ വിളിച്ച് ശാസിച്ചു. അതുപോലെ ഞാൻ വേദപുസ്തകത്തിലെ ചില കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചപ്പോൾ അത് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് എന്നെ ശാസിച്ചു. അങ്ങനെ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ ചില ചോദ്യപത്രങ്ങൾ എഴുതി സമുദായത്തിന്റെ കേന്ദ്രത്തിലേക്ക് അയച്ചു. 30 ചോദ്യങ്ങൾ. അതിലൊന്ന് ഇതായിരുന്നു: നമ്മുടെ സഭയിൽ ആരെങ്കിലും സുവിശേഷ കാര്യങ്ങൾ കേൾക്കാൻ പോവുകയോ എന്തെങ്കിലും ചെയ്താൽ നമ്മളവരെ വിളിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഒരൊറ്റ മദ്യപാനിയെ മുടക്കിയിട്ടുണ്ടോ? ഇതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. ഒരു വൈദിക സദസ്സിൽ വെച്ച്, ഒരു വിസ്താര കോടതിയിൽ വെച്ച് എന്നെ വിളിച്ച് വിസ്തരിച്ചു.
അപ്പൊ എന്റെ ഈ ഒന്നാമത്തെ ചോദ്യം പരസ്യമായിട്ട് വായിച്ചേച്ച് അധ്യക്ഷനായിരിക്കുന്ന സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ബാവാ തിരുമനസ് കൊണ്ട് എന്നോട് ചോദിച്ചു, എടോ താൻ എന്താ ഇങ്ങനെ എഴുതിയത് മദ്യപാനികളെ മുടക്കണമെന്ന്? തനിക്ക് എന്താ മദ്യപാനികളോട് ഇത്ര വിരോധം? ഞാൻ പറഞ്ഞു, എനിക്ക് അവരോട് ഒരു വിരോധവുമില്ല. പിന്നെ അവരെ മുടക്കണമെന്ന് താൻ എഴുതിയത്? ഞാൻ പറഞ്ഞു, നമ്മുടെ ബൈലോ ഇല്ലേ, ഹുദായഖാനോൻ ഗ്രിഗോറിയോസ് ബാർഹപ്രായ എഴുതിയത്, അതിന്റെ 5-ാം കപ്പാലയോൻ 5-ാം ചാപ്റ്ററിൽ മദ്യപാനിയെ പള്ളിക്കുറ്റത്തിൽ പുറത്താക്കണമെന്ന് എഴുതിയിട്ടില്ലേ? അത് ചോദിച്ചെന്നേ. അപ്പൊ എന്നോട് പറയാണ്, താൻ പറയുന്നതനുസരിച്ച് മദ്യപാനികളെ മുടക്കിയാൽ പിന്നെ നമ്മുടെ സഭയിൽ ആൾ കാണുകയില്ലെന്ന് എനിക്കറിഞ്ഞു. ഇങ്ങനെയുള്ള മറുപടികളാണ് എനിക്ക് തന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നു. എനിക്ക് സ്വീകാര്യമായ മറുപടികൾ വല്ലതും തന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നേനെ. പ്രൈസ് ദി ലോർഡ്. ബാക്കി 29 ചോദ്യങ്ങൾക്കും കിട്ടിയ മറുപടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ സമയമില്ല. ഞാൻ അതിവേഗം നിർത്താൻ പോകുകയാണ്. എങ്കിലും ഈ പ്രവാസം മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പാവപ്പെട്ടവരായ ജനങ്ങൾ ഇവിടെ നിന്ന് അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകണമെന്ന്, അവരുടെ ആദിമ സന്തോഷത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും തിരിച്ചു വരണമെന്ന് ആശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നാമത് അതിനു വേണ്ടി കൊടുക്കേണ്ട വില ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ, താൽക്കാലിക ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഞാനൊരു കാര്യം പറയാം. ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടല്ലോ, അതിൽ എന്റെ പോളിസി ഞാൻ പറയാം. ഒരു മനുഷ്യൻ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഒരുത്തനാണിരിക്കട്ടെ, എന്നാലും അവൻ ഭാര്യയെ തല്ലുകയും കുടുംബം അന്വേഷിക്കാതിരിക്കുകയും വൃത്തികെട്ട രീതി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ അവൻ മരിച്ചവനെ ഉയർപ്പിക്കുന്നതും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവൻ മരിച്ചവനെ ഉയർപ്പിക്കുന്നതുകൊണ്ട് കൂടുതൽ അപകടം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്റെ ആശയം മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ഓർമ്മകൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കടന്നു വന്ന എല്ലാവരോടും എനിക്ക് നിർബന്ധമായി പറയാനുള്ളത്, സാത്താൻ ഒരു ആഘാതം ഏൽപ്പിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കണമെങ്കിൽ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അശുദ്ധിയിൽ ജീവിക്കുന്ന ഒരുത്തൻ സാത്താൻ ഒരു കളിപ്പാട്ടം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി വായിച്ചിട്ടുണ്ടോ? മഹാപുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാര്. അപ്പച്ചൻ മഹാപുരോഹിതനാ. പിള്ളേരുടെ ജോലി മന്ത്രവാദവും. പൂതവിറക്കാനായിട്ട് പോയി. സംഭവിച്ചത് കേൾക്കണോ? പൂതമിറങ്ങിയില്ല, പിള്ളേരിറങ്ങി. ഇവരിറങ്ങി, ഭൂതം ഇവരെ പുറത്താക്കി. അങ്ങനെ പിശാചിന്റെ മുൻപിൽ പിശാച് വിരൽ ചൂണ്ടുമ്പോൾ ചുളുങ്ങിപ്പോകത്തക്ക പരിപാടിയൊന്നും ആരും ഇണക്കരുത്. ദൈവത്തിന് സ്തോത്രം. കഞ്ഞിക്കുഴി കോട്ടയത്ത് ഉള്ള ആളുകളൊക്കെ ഇതിനിടയിലൊക്കെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അവിടെ പ്രൈവറ്റ് ബേബിസാർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ 2 കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഭൂതോപദ്രവം ഉണ്ടായി. ദേവലോകരമനയുടെ താഴെ. ഞങ്ങളൊരു കുടുംബം പോലെ അറിയാവുന്ന കാര്യമായി പറഞ്ഞു. ഞാനും ആ ദിവസങ്ങളിൽ ചിലപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ, വാര്യാപുരം, ജോന്നാച്ചായൻ മുതലായിട്ടുള്ള ആളുകൾ, പ്രവാചകന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എവിടുന്നോ ഒരാൾ വന്ന് പ്രാർത്ഥിച്ചു. ഈ വന്ന ആളാരാന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അയാളും പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ എത്ര ദിവസമായി ഉപവാസത്തിലും പ്രാർത്ഥനയിലും നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് നീ അറിയുന്നില്ലയോ? ഉടനെ ആ ഭൂതം ബാധിച്ച ഒരു കൊച്ച് ഈ വന്ന ആളിനെ നോക്കിക്കൊണ്ട്, അതെ അതെ അതെ, കഞ്ഞിക്കുഴിയിൽ നിന്ന് പൊറോട്ടായി ഇറച്ചിയും കഴിച്ചല്ലേ നീ ഉപവസിച്ചത് എന്ന് ചോദിച്ചു. ഫലിതം പറഞ്ഞതല്ല. പ്രൈസലോ. പിശാചിന് വിവരങ്ങൾ അറിയാം. വിവരങ്ങൾ അറിയാവുന്നതിന്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും ജീവിക്കരുത്. പ്രൈസലോ. തിരുവല്ലായി മേപ്രാൽ ദൈവസഭയുടെ അംഗമായിരുന്ന അതേ തമ്പിക്കുട്ടി, ഞാൻ കെട്ടുകഥകൾ അങ്ങനെ പറയുന്ന ആളല്ല, ഒരു കുടുംബം പോലെ ഞങ്ങൾ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ആ തമ്പിക്കുട്ടിക്ക് ഭയങ്കര ഭൂതോപദ്രവം ഉണ്ടായി. തിണ്ണയിലിരിക്കുകയാണ്. റോഡ്, തിരുവല്ല മേപ്രാൽ റോഡ് അവരുടെ മുമ്പിൽ കൂടെയാണ് പോകുന്നത്. അനേകം ആളുകൾ തമ്പിക്കുട്ടിയിലുള്ള ഭൂതത്തെ ഉച്ചാരണം ചെയ്യാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് ബസ്സിൽ വന്ന് അവരുടെ പഠിക്കലിറങ്ങും. വേദപുസ്തകമൊക്കെ കയ്യിലുണ്ട്. തമ്പിക്കുട്ടി അവിടെ ഇരുന്നു കൊണ്ട് ഈ വരുന്ന ആളിനെ ഒന്ന് നോക്കും. നോക്കിയിട്ട് പറയുന്നത്, ഇത്രാം ആണ്ട് ഇത്രാം മാസം ഇത്രാം തീയതി ഇന്നടത്ത് വെച്ച് ഇന്ന പാപം ചെയ്ത ഒരാളാണ് എന്നെ ഇറക്കാൻ വരുന്നത്. പിന്നെ ആളിന്റെ ജോലി എന്നാന്ന് ചോദിച്ചാൽ അടുത്ത ബസ് കാക്കുക. ജീവിതം കാത്തു സൂക്ഷിക്കാത്ത ഒരുത്തൻ
പിശാചിനെ അഭിമുഖീകരിക്കുവാൻ പ്രാപ്തനാകയില്ലെന്നുള്ള വിവരം ഇന്ന് രാത്രി ഞാൻ ഉച്ചൈസ്തരം അറിയിക്കുന്നു. ഹല്ലേലൂയ. ദാനിയേലിന്റെ പാഠം എനിക്ക് നിങ്ങൾക്ക് ഒരു പാഠമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 2-3 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാം പ്ലീസ്. 6:10 വായിച്ചേ. ദാനിയേൽ 6:10 വേഗം വായിച്ചാട്ടെ. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഈ ചിലടത്തൊക്കെ ചെല്ലുമ്പോ ഉണ്ടല്ലോ, പാട്ടിന് നല്ല ഉത്സാഹമാണ് ചിലർക്ക്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അത്രയും ഉത്സാഹം. ഇതെല്ലാം അതാതിന്റെ നിലയിൽ നന്നായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും എന്റെ വിലയിരുത്തലാണ്, നിങ്ങൾ എന്നോട് യോജിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആത്മീയ ജീവിതത്തിന്റെ അതേ അളവുകോലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പാട്ടിനേക്കാൾ പ്രാർത്ഥനയാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയാം. അതുകൊണ്ട് പാട്ടാരും നിർത്തിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ ജീവിത വിജയത്തിന്റെ ഒരു രഹസ്യവശം അവന്റെ പ്രൈവറ്റ് പ്രയർ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. നീ സ്വർഗീയ ദർശനങ്ങൾ കാണുന്നവനാണെങ്കിൽ പോലും നിന്റെ രഹസ്യ പ്രാർത്ഥന നീ നഷ്ടപ്പെടുത്തി കളയരുത്. മനസ്സിലായോ? സിസ്റ്റമാറ്റിക് ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് എനിക്ക് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഒരു ഒന്ന് വായിച്ചാട്ടെ. 2-ാം അധ്യായം ദാനിയേൽ 2:17-18 ഒന്ന് വായിച്ചാട്ടെ. ദാനിയേൽ 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്നു. താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ പേരുകൾ കേട്ടോണം. കൂട്ടുകാരനായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യമറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന്. നിങ്ങൾക്ക് വേറെ മനസ്സിലായോ? ഈ പറഞ്ഞ പേരുകളിൽ, ഈ ഒടുവിൽ പറഞ്ഞ 3 പേരുകൾ ദാനിയേലിന്റെ സബോർഡിനേറ്റ്സ് ആണ്. അവനേക്കാൾ പ്രായത്തിലും കൃപയിലും എന്ന് ഞാൻ പറയട്ടെ വളരെ താഴേക്കടയിൽ നിൽക്കുന്നവരാണ് ഈ 3 സഹോദരന്മാർ. ദാനിയേലിനൊപ്പം അവർ വരികയില്ല. എന്നാൽ രാജാവിന്റെ ഭീഷണി വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ, അവർക്ക് എന്നാ കൃപയുണ്ട്. അവരെയൊന്നും ഞാൻ വിളിക്കുന്നില്ല. എനിക്കാ കൃപ. ഞാൻ ആ ദൂതന്മാരെയൊക്കെ കാണുന്നത് പ്രൈസലോ എന്നും പറഞ്ഞ് ഈ സഹോദരന്മാരെ തള്ളിക്കളയാതെ പ്രശ്നം വന്നപ്പോൾ ചന്ദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും വിളിച്ചു. അവരോടൊരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി പ്രാർത്ഥിച്ചു. പ്രൈസലോ. കൂട്ടായ്മയുടെ രഹസ്യമറിഞ്ഞവനാണ് ദാനിയേൽ. പ്രൈസലോ. ഒരുപക്ഷെ നിന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന സഹോദരനോ സഹോദരിയോ നിന്നോടും കൃപാവരങ്ങളോ ഒന്നും ചിലപ്പോൾ ഇല്ലെന്ന് വന്നേക്കാം. എന്നാൽ നീ അവരോടുകൂടെ പ്രാർത്ഥിക്കുന്നതാണ് നിനക്ക് നല്ലത്. ദൈവത്തിന്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങളിൽ പലതും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കൂട്ടായ്മയുടെ കണ്ടീഷനിലാണ് അനുഗ്രഹത്തിന്റെ വാഗ്ദാനം. ഭൂമിയിൽ നിങ്ങൾ യാചിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ 2 പേർ തമ്മിൽ ഐകമത്യപ്പെട്ടാൽ എന്റെ പിതാവിങ്കൽ നിന്ന് അത് ലഭിക്കുമെന്നാണ് കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. അനേക സഭകളിൽ ചിത്തിരവാസനകളാണ്. അത് സാത്താന്റെ ഭയങ്കര അടവാണ്. ആത്മീയ വേഷത്തിലുള്ളതായ അതേ അകലങ്ങൾ. ഞാന് സ്ഥലം പറയുന്നില്ല. ഞാൻ ഗൾഫിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പം നല്ല ഒരു സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും നല്ല സ്വഭാവമാണ്. മറ്റു പലരെക്കാളും നല്ല സ്വഭാവമുള്ളൊരു നല്ല സഹോദരൻ എന്നോട് വന്നൊരു പരാതി പറഞ്ഞു. എന്നാ പരാതി? ഇവിടെ സഭയിലെ കത്തുമേശക്കുള്ള അപ്പം ഉപയോഗിക്കുമ്പോൾ കുഴച്ചിലുണ്ട്. ഞാൻ ചോദിച്ചെന്നെ അത് റൊട്ടി വാങ്ങിച്ച് കത്തുമേശയ്ക്ക് അപ്പം ഉണ്ടാകും. അപ്പൊ എന്റെ തിയോളജി അനുസരിച്ച്, ഞാൻ പഠിച്ചിരിക്കുന്ന അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ കർത്തുമേശ കർത്താവല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
അത് തന്നെയല്ല കർത്തൃമേശയുടെ കാലാവധി ഞാൻ വരുന്നത് വരെയാണ്. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്തൃമേശയില്ല. അത് മെമ്മോറിയലാണ്, അത് നിഴലാണ്. അതുകൊണ്ട് അത് അഭക്തിയോടെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ കർത്താവിന് കൊടുക്കുന്ന അത്രയും വില അതിന് കൊടുക്കരുത്. അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ സഹോദരൻ വളരെ ഭാരത്തോടെ എന്നോട് പറഞ്ഞു, ഇവിടെയൊക്കെ ഈ റൊട്ടിയൊക്കെ മേടിച്ച് കത്തുമേശയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കും, അത് സംബന്ധിച്ച് വലിയ തർക്കവും വാദവും നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സഹോദരനോട് ചോദിച്ചു, സഹോദര എന്താ ഈ റൊട്ടി വാങ്ങിച്ച് കർത്തൃമേശ നടത്തുന്നതിലുള്ള കുഴപ്പം എന്ന് ചോദിച്ചു. കണ്ടിട്ടില്ലേ, വാങ്ങിക്കുന്ന റൊട്ടി മുറിച്ച് നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ എയർ ഹോളാണ്, എയർ ഹോൾ. അതുകൊണ്ട് അത് കഴിച്ചാൽ സഭയ്ക്കകത്ത് പ്രശ്നങ്ങളുണ്ടാകും. എനിക്കങ്ങ് ദുഃഖവും വന്നു, ഒരര കോപവും. ഞാൻ ആ സഹോദരൻ പിന്മാറ്റത്തിൽ പോകാതിരിക്കാനായിട്ട് സഹോദരനോട് പറഞ്ഞില്ലെങ്കിലും പിന്നെ വന്ന് ഞാൻ ബന്ധപ്പെട്ട ചിലരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സഭയെ കുഴപ്പമുണ്ടാക്കാതിരിക്കാനായിട്ട് ആട്ടിച്ച് പരത്തി ഒരു വിടവും ഇല്ലാത്ത ഒരു അപ്പം ഉണ്ടാക്കി അങ്ങോട്ട് തിന്നാ മതിയല്ലോ, എയർ ഹോൾ കൊണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ട്, കടുക് ചോരുന്ന അറിയും, ആന ചോരുന്ന അറിയില്ല. എന്റെ സഹോദര, കർമ്മമാർഗത്തിന് നീ പ്രസക്തി കൊടുക്കാതെ നീ ക്രിസ്തുവിന്റെ ആത്മാവിലേക്ക് വാ, നീ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വാ, നീ കാര്യങ്ങളുടെ ആഴത്തിലേക്ക് വാ. ദാനിയേലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ പാഠം, അവനേക്കാൾ ചെറിയവരായിരിക്കുന്ന സഹോദരന്മാരെയും മാനിച്ച് അവരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 9:1 മുതൽ ചില വാക്യങ്ങൾ, ദാനിയേൽ പറഞ്ഞ 9 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. ഇന്നലത്തേനേക്കാൾ കുറച്ചുകൂടെ നേരത്തെ ഈ പ്രസംഗം നിർത്തുവാനാണ് എനിക്ക് പ്രേരണ. കൽദേ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വരോശിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ എന്നുള്ളത് യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? അതിന്റെ അർത്ഥം മനസ്സിലായോ? ദാനിയേൽ ഭയങ്കര വെളിപ്പാടുകാരനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഗബ്രിയേലും മികായേലും ഒക്കെ പുള്ളിക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള ദൂതന്മാരെ കാണുന്ന, സ്വർഗീയ രഹസ്യങ്ങൾ കാണുന്ന മനുഷ്യനാണ്. എന്നാൽ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ, ഈ ബാബിലോൺ ക്യാപ്റ്റിവിറ്റി എന്ന് തീരുമെന്നുള്ള വിവരം ഒരു പ്രവാചകൻ പറഞ്ഞല്ല അവൻ അറിഞ്ഞത്. യെരമ്യാ പ്രവചനം തുടങ്ങിയതായിട്ടുള്ള വേദപുസ്തക ചുരുളുകൾ അവൻ പരിശോധിച്ചു നോക്കിയപ്പോൾ പ്രവാചക പുസ്തകങ്ങളിൽ നിന്നാണ് അവന് മനസ്സിലായത് യെരുശലേമിന്റെ ശൂന്യത 70 സംവത്സരം കൊണ്ട് തീരുമെന്ന്. അർത്ഥം എന്നാന്നറിയാമോ? നീ എത്ര വെളിപ്പാട് പ്രാപിച്ചവനായാലും നീ വേദപുസ്തകം വായിക്കണം. ഇന്ന് ചിലരെയൊക്കെ ഞാൻ കാണാറുണ്ട്, വേദപുസ്തകം വായിക്കണ്ട, അതൊക്കെ വെറും ബാലപാഠം. അതിനേക്കാൾ വലിയ വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഈയിടെ ഒരാൾ പറഞ്ഞായിട്ട് ഞാൻ കേട്ടു, പൗലോസ് അപ്പോസ്തലൻ സാരമില്ലെന്ന്. അതിനേക്കാൾ വലിയ വെളിപ്പാട് പ്രാപിച്ചവരൊക്കെ അമേരിക്കയിലുണ്ടെന്ന്. നിനക്ക് തലകുത്തി വീഴാൻ ഇനി കൂടുതൽ വേറെ മാർഗമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗിക്കുന്ന ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ക്ലിയറൻസ് ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ വന്ന് സമീപിക്കാം. ഞാൻ ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പ് ഇവിടുന്ന് പോയില്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വലിയ നിർബന്ധമുണ്ട്. ദൈവവചനമാണ് എന്നെ രക്ഷിച്ചത്. ഞാൻ ദൈവവചനം പഠിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ വന്നത്. തൂവക്കുറ്റിയൊക്കെ വീശാനൊക്കെ എനിക്കറിയാം. സുറിയാനി 4 വർഷം ഞാൻ പഠിച്ചതാണ്. അത് ഒരുമാതിരി മെലോഡിയസ് ആയിട്ടൊക്കെ ചൊല്ലുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ്. പരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിന്താണേലിൽ പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിന്താണേലിൽ. ഓ മരണാദിന വരുമളവിൽ
ലോകത്തിൻ ആദിപതി അനന്ത കൃപ പേരും നദിയേ അനുഗ്രഹത്തിൻ ആദിപതിയേ ആനന്ദ കൃപ പേരും നദിയേ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് എല്ലാ പ്രിയപ്പെട്ട തങ്ങളുടെ വലങ്കൈ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി, ഒരു നിമിഷം തങ്ങളുടെ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയക്കുക. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ബാബിലോൺ പ്രവാസകാലത്ത് വെറുതെ പ്രകടിപ്പിച്ചുകൊണ്ട് അനേകർ കിടക്കുമ്പോൾ അത് പരിഹരിപ്പാനായിട്ട് ജീവിതം സമർപ്പിച്ച ചില വിശുദ്ധരെ കുറിച്ച് ഞങ്ങൾ ഇന്ന് രാത്രി ചിന്തിച്ചു. ഞങ്ങളും ആ ന്യൂനപക്ഷത്തിലായിരിക്കാൻ ഞങ്ങളെയും ശക്തരാക്കണമേ. ഈ കടന്നു വന്ന നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. അവര് സത്യം ഉൾക്കൊണ്ട് അവർ കടന്നു പോകുവാൻ നിന്റെ ആത്മാവിനാൽ അവരെ നീ പ്രാപ്തരാക്കണമേ. അവരുടെ ജീവിത ഭാരങ്ങളും പ്രശ്നങ്ങളും നീ അറിയുന്നു. നീ അവരെ സഹായിക്കണമേ. രോഗികളായി വന്നിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. ഉപജീവന മാർഗം സംബന്ധിച്ച് ജോലി കാര്യങ്ങളിൽ ദുഃഖിതരായി വേദനപ്പെടുന്ന സഹോദരങ്ങൾക്ക് നീ പുതുവഴികൾ തുറക്കണമേ. നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ പ്രശ്നമുണ്ടാക്കുമ്പോൾ നീ പ്രശ്നം പരിഹരിക്കുന്നവനാണല്ലോ. നീ അത് പരിഹരിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ട് കർത്താവിനെ. ഹല്ലേലൂയ.